ഞാനിപ്പോൾ തിരുവനന്തപുരത്ത് കാട്ടായിക്കോണത്തിനടുത്താണുള്ളത്. മെയിൻ ബസ് റൂട്ട് നിന്ന് വെറും 80 മീറ്റർ മാത്രം ദൂരത്തിലാണ്. അത് റോഡിൻ്റെ അടുത്ത് തന്നെയാണ് വീട് വരുന്നത്. ഈ വീട് നിന്ന് റോഡ് കാണാം, റോഡിൽ നിന്ന് വീട് കാണാൻ പറ്റും, അത്ര അടുത്താണ്. അപ്പോൾ ഇവിടെ 5.5 സെൻറ്റിൽ താഴെ 2 ബെഡ്റൂമും മുകളിൽ 2 ബെഡ്റൂമും, അങ്ങനെ 4 ബെഡ്റൂമോട് കൂടിയതും കൂടാതെ 4 കാറോളം പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കിഴക്ക് ദർശനത്തോട് കൂടി, അതായത് ഈസ്റ്റ് ഫേസിംഗ് ആയിട്ടുള്ള ഒരു അടിപൊളി ഇരുന്നിലവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ ഒരു ലൊക്കേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു കോർപ്പറേഷൻ ഏരിയ ആണ്. ഇത് നോക്കുകയാണെങ്കിൽ പോത്തൻകോട് കഴിഞ്ഞിട്ടുള്ള കാട്ടായിക്കോണം, അല്ലെങ്കിൽ ശ്രീകാര്യം കാട്ടായിക്കോണം, അതുമല്ലെങ്കിൽ കഴക്കൂട്ടം കാട്ടായിക്കോണം, ഇങ്ങനെയൊക്കെ പറയുന്നത്. പിന്നെ ഇതിനടുത്താണ് കിൻഫ്ര IT പാർക്ക് ഉള്ളത്. ഇതുവഴി പോയി കഴിഞ്ഞാൽ ടെക്നോ പാർക്കിലേക്ക് പോകും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലുലു മാൾ, അങ്ങനെ എല്ലാം ഇൻഫോസിസ്, UST എല്ലാം ആക്സസ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ഈ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്നുള്ളത് 89 ലക്ഷം രൂപയാണ്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ കുറച്ച് കാഴ്ചകൾ കണ്ടുവരാം. അപ്പോൾ റോഡിൽ നിന്നുള്ള ഈ വീട്ടിലേക്കുള്ള ദൂരം വെറും 80 മീറ്ററാണ്. ഇതിൻ്റെ ഫ്രണ്ടിലുള്ള റോഡും ടാർ ചെയ്ത റോഡ് തന്നെയാണ്. ഇവിടെ ആയിട്ടൊരു വിക്കറ്റ് ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഫുള്ള് ഈ മതിലായിട്ട് 4-way ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, അപ്പ് ആൻഡ് ഡൗൺ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഫുള്ള് ആ ഒരു ഗ്രില്ല് വെച്ചിട്ടുള്ള G2 ചെയ്തിരിക്കുന്ന ഗേറ്റുകളെല്ലാം. ഇവിടെ ആയിട്ട് സ്ലൈഡ് ചെയ്യാൻ പറ്റുന്ന ഗേറ്റും അതുപോലെ ഒരു ചെറിയൊരു വിക്കറ്റ് ഗേറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ കോമ്പൗണ്ട് ഉള്ള കാഴ്ചകളിലേക്ക് വരാം. ഇവിടെ നേരത്തെ പറയാം 4 കാറുകൾക്ക് സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഇത് ഫുള്ള് സ്ലൈഡ് ചെയ്യുന്ന ഗേറ്റുമാണ്. ഫുള്ള് ആർട്ടിഫിഷ്യൽ ഗ്രാസും കൊടുത്തിരിക്കുകയാണ്. ഇവിടെ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ വേറെ ഡിസൈനാണ്. വീടിൻ്റെ ഫ്രണ്ട് ഫേസിങ് വരുന്ന ഈസ്റ്റാണ്. ഈ ഒരു ഭാഗത്തേക്ക് വേറൊരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെറിയ കൃഷിയൊക്കെ വേണമെങ്കിൽ അവിടെ ചെയ്യാം, അല്ലെങ്കിൽ പ്ലാന്റ്സ് വെച്ച് പിടിപ്പിക്കാം. അതല്ലെങ്കിൽ അങ്ങോട്ടേക്കും കാർ പാർക്ക് ചെയ്യാം, അത്രയും സ്പേസ് ഉണ്ട്. ഇനി ഇവിടെയാണ് കിണർ വരുന്നത്. കിണർ ഡിസൈനിലേക്കാണ് കിണർ കൊടുത്തിരിക്കുന്നത്. കിണറല്ലാതെ ഇവിടെ നമുക്ക് കോർപ്പറേഷൻ വാട്ടറും കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ സിറ്റ് ഔട്ടിലെ കാഴ്ചകളിലേക്ക് പോകും. അപ്പോൾ ഈ 2 ഭാഗത്തൂടെയും സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. 2 ഭാഗത്തൂടെ ആക്സസ് ചെയ്യാകത്തേക്ക് ഇവിടെ ഒരു ടെക്സ്ചർ പെയിൻ്റാണ് കൊടുത്തിരിക്കുന്നത് തൂണിന്. അപ്പോൾ നമുക്ക് ഇവിടെ മുകളിലായിട്ട് കോബ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. 3 കോബ് ലൈറ്റ് കാണാം. അപ്പോൾ നമുക്ക് നേരെ സിറ്റ് ഔട്ടിൽ നോക്കുകയാണെങ്കിൽ ഫുള്ളി 4x2 സൈസുള്ള വെട്രിഫൈഡ് ടൈലാണ്. ഈ ജനാലകളും അതുപോലെ കഥകും കട്ടളയെല്ലാം പ്ലാവിലെ നിർമ്മിച്ചിരിക്കുന്നത്. അവിടെ ഒരു വോൾ ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ അകത്തെ കാഴ്ചകളിലേക്ക് വരാം. ഡബിൾ ഡോറാണ് കൊടുത്തിരിക്കുന്നത്. ഡബിൾ ഡോർ നേരെ വരുന്നത് ലിവിങ് ഏരിയയിലേക്കാണ്. വലിയൊരു TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് സെറ്റ് ചെയ്യാനുള്ള കൃത്യമായിട്ടുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്. മുകളിൽ ഒരു വേറെ കളറിലുള്ള ലൈറ്റാണ് കൊടുത്തിട്ട്, ഓറഞ്ച് കളറിലുള്ള സീലിംഗ് ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് വേണ്ട വേറെ കളർ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യുന്നതാണ്. അത് ചെറിയ ചിലവ് 1000 രൂപ ചിലവേ ഉള്ളൂ. അതെല്ലാം മാറ്റി തരുന്നതാണ്. സ്വിച്ച് ബോർഡെല്ലാം ലെഗ്രൻഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഡൈനിങ് ഏരിയയിലേക്ക് വരാം. ഡൈനിങ് ഏരിയ നോക്കുകയാണെങ്കിൽ നീളത്തിൽ കിടക്കുന്ന ഡൈനിങ് ഏരിയ ആണ്. അതിനടിയിലായിട്ട് നമുക്ക് സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അവിടെ കബോർഡ് ചെയ്യാം. അതിനകത്ത് ഇൻവെർട്ടർ വയ്ക്കാനുള്ള സ്പേസ് ഉണ്ട്. ഇവിടെ ആയിട്ട് കിച്ചണിന് നേരെ ഒരു സെർവിങ് കൗണ്ടർ കൊടുത്തിരിക്കുകയാണ്. ഡൈനിങ് ഏരിയയിലേക്കുള്ള ഇവിടെ ആയിട്ട് വാഷിംഗ് ഏരിയ കാണാം. 6 ഫിറ്റിംഗ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. താഴെ കബോർഡ് കൊടുത്തിട്ടുണ്ട്. വലിയൊരു മിറർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പുറകിൽ WPC പാനലാണ് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു ഡിസൈനിലുള്ള മിററാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നേരെ കിച്ചണിലെ കാഴ്ചകളിലേക്ക് വരാം. കിച്ചൺ നോക്കാം, ക്ലോസ്ഡ് കിച്ചണാണ്. ഡോർ കൊടുത്തിട്ടുണ്ട്, ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് നോക്കുകയാണെങ്കിൽ ഫുള്ളി കബോർഡ് എടുക്കുന്ന ഒരു ഗ്രീൻ തീമിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഇലക്ട്രിക് ചിമ്മിനി കൊടുത്തിട്ടുണ്ട്. അതുപോലെ മൾട്ടി പർപ്പസ് സിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കിച്ചൺ കൂടാതെ വർക്ക് ഏരിയയും കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ വർക്ക് ഏരിയയാണ്. അവിടെയും സെർവിങ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. 3 ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ പുകയില്ലാത്ത അടുപ്പും കൊടുത്തിട്ടുണ്ട്. ഇവിടെ വർക്ക് ഏരിയയിൽ നിന്ന് ഒരു ഡോറ് പുറത്തേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നേരെ റൂമിലെ കാഴ്ചകളിലേക്ക് പോകും. അപ്പോൾ ഇവിടെ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ 2 ബെഡ്റൂം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് വരാം. ഈ ഒരു ബെഡ്റൂം നോക്കുകയാണെങ്കിൽ ഏകദേശം 14 അടി നീളവും 10 അടി വീതിയും വരുന്ന റൂമാണ്. പിന്നെ ഇതിൻ്റെ കളർ ഒരു ലൈറ്റ് ഒരു പിസ്ത ഗ്രീൻ കളറാണ് കൊടുത്തിരിക്കുന്നത്. കളർ വേണ്ടെങ്കിൽ മാറ്റി തരുന്നതാണ്. ഇനി മുകളിൽ സിമ്പിളായിട്ടുള്ള സീലിംഗാണ് കൊടുത്തിരിക്കുന്നത്. വാമായിട്ടുള്ള സീലിംഗാണ്. സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ AC പ്ലഗ് പോയിന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വാഷ്റൂം എങ്ങനെ നോക്കാം. വാഷ്റൂം നോക്കുകയാണെങ്കിലും എല്ലാ ഫിറ്റിങ്സ് എല്ലാം 6 അതുകൂടെ ഡൈവർട്ടർ കൊടുത്തിട്ടുണ്ട്. അതും ജാഗ്വർ എന്ന ബ്രാൻഡാണ് കൊടുത്തിരിക്കുന്നത്. ഡൈവർട്ടറും ബാക്കി ഷവർ യൂണിറ്റ് എല്ലാം ജാഗ്വർ എന്ന ബ്രാൻഡാണ്. അപ്പോൾ നമുക്ക് ഇനി നേരെ 2ാമത്തെ റൂമിലെ കാഴ്ചകളിലേക്ക് പോകും. അപ്പോൾ നമുക്ക് നേരെ 2ാമത്തെ റൂമിലേക്ക് വരാം. 2ാമത്തെ റൂം നോക്കുകയാണെങ്കിൽ നല്ല സ്പേസ്ഫുൾ റൂം തന്നെയാണ്. ഇവിടെയും 4x2 സൈസുള്ള വെട്രിഫൈഡ് ടൈലാണ്. മുകളിലായിട്ട് സിമ്പിൾ ആയിട്ടുള്ള സീലിംഗ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ നേരത്തെ AC പ്ലഗ് പോയിന്റും അങ്ങനെയെല്ലാം കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നേരെ വാഷ്റൂം എങ്ങനെയാണെന്ന് നോക്കാം. വാഷ്റൂം നോക്കുകയാണെങ്കിലും നേരത്തെ കണ്ടതുപോലെ തന്നെയാണ് 6 ഫിറ്റിങ്സ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ ഡൈവർട്ടർ നോക്കുകയാണെങ്കിൽ ജാഗ്വർ എന്ന ബ്രാൻഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നേരെ മുകളിലത്തെ കാഴ്ചകളിലേക്ക് പോകും. അപ്പർ ലോഞ്ചിലേക്ക് പോകും. അപ്പർ ലോഞ്ചിലേക്ക് പോകുന്ന വഴിക്ക് വേറൊരു കാര്യം പറയാനുണ്ട്. ഇവിടുത്തെ ഷ്നൈഡറിൻ്റെയാണ്. ഇവിടെ MCB നോക്കുകയാണെങ്കിൽ ഫുള്ള് സ്നൈഡർ എന്ന ബ്രാൻഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സ്വിച്ച് ബോർഡ് ലെഗ്രൻഡുമാണ്. അപ്പോൾ നമുക്ക് നേരെ
അപ്സ്റ്റെയറിലേക്ക് വരാം. അപ്സ്റ്റെയറിലേക്ക് വരുമ്പോൾ ഇവിടെ സ്റ്റെപ്പ് ട്രെഡ് ഗ്രാനൈറ്റും റൈസർ ടൈലും ആണ്. ഒരു സ്റ്റീലിലെ ഹാൻഡ് റെയിൽസാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് മുകളിലും താഴെയായിട്ടും പർഗോള കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഒരു മൊസ്കിറ്റോ മെഷ് ആണെങ്കിൽ അത് ചെയ്തു തരും. അതല്ല ഇപ്പോൾ മാത്രം എയർ വേണ്ടെങ്കിൽ ഇത് ചെയ്തു തരും. ഗ്ലാസ് ചെയ്യുന്നതാണ്, ഗ്ലാസ് പാർട്ടീഷൻ തരുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ മുകളിലേക്ക് പോകും. അപ്പോൾ ഇതാണ് അപ്പർ ലോഞ്ചിൻ്റെ എൻട്രൻസ് വരുന്നത്. ഇവിടെ ആയിട്ടൊരു യൂട്ടിലിറ്റി സ്പേസ് ഉണ്ട്. അതുകൂടാതെ ഇങ്ങോട്ടേക്കും ഒരു അപ്പർ ലോഞ്ച് കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി ഇതാണ് അപ്പർ ലോഞ്ച്, അങ്ങോട്ടേക്ക് ഒരു യൂട്ടിലിറ്റി സ്പേസ് ആണ്. അപ്പോൾ ഇവിടെ നമുക്കൊരു ബാൽക്കണി വരുന്നുണ്ട്. അതുകൂടാതെ 2 റൂമുകളുണ്ട്. ഇതിന് മുകളിലൊക്കെ സിമ്പിളായിട്ടുള്ള പ്രൊഫൈൽ ചാനൽ കൊടുത്തുള്ള സീലിംഗാണ് ചെയ്തിരിക്കുന്നത്. അപ്പർ ലോഞ്ചിൽ ഒരു TV കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ബോർഡ് ചെയ്താൽ മാത്രം മതി, കണക്ഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ റൂം എങ്ങനെയുണ്ടെന്ന് നോക്കാം. റൂം നമ്മൾ താഴെ കണ്ട അതേ സൈസ് തന്നെയാണ് റൂമിൽ വരുന്നത്. 14 അടി നീളവും 10 അടി വീതിയുള്ള റൂമാണ്. ഇവിടെ AC-യുടെ പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. വിൻഡോസ് എല്ലാം അതുപോലെ തന്നെയാണ്. അതുകൂടാതെ തന്നെ RIയുടെ ഫിറ്റിംഗ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഡയമെട്രി മാനുവലാണ്, ജാഗ്വാറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നേരെ 4ാമത്തെ റൂമിലെ കാഴ്ചകളിലേക്ക് പോകും. ഈ ഒരു 4ാമത്തെ റൂമിൻ്റെ സൈസ് നോക്കുകയാണെങ്കിൽ 13 അടി നീളവും 10 അടി വീതിയാണ്. താഴെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഒരു റൂം 14-10, ഒരു റൂം 13-10. ഇവിടെയും സീലിംഗ് വർക്ക് ചെയ്തിട്ടില്ല. ബാക്കി വിൻഡോസ് നോക്കും താഴെ കണ്ടതുപോലെ തന്നെയാണ്. AC-യുടെ പ്ലഗ് പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ഒരു വാഷ്റൂം നോക്കുകയാണെങ്കിലും ഇവിടെയും RIക്കയും ജാഗ്വാറ യൂസ് ചെയ്തിരിക്കുന്നത്. ടാപ്പ് വരുന്നത് ജാഗ്വാറ തന്നെയാണ്. അത് മാനുവൽ ഡൈവർട്ടറാണ് വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുത്തെ ബാൽക്കണി കാഴ്ചകളിലേക്ക് പോകും. അപ്പോൾ നമുക്ക് നേരെ ബാൽക്കണി ഏരിയയിലേക്ക് വരാം. ഒരു ബാൽക്കണി നോക്കുന്നത് വലിയ ബാൽക്കണിയാണ്. ബാൽക്കണിയിൽ ലെങ്ത് നോക്കുകയാണെങ്കിൽ തന്നെ ഏകദേശം 10-12 അടി നീളം വരുന്ന ബാൽക്കണിയാണ്. 12ഉം അതുപോലെ 8 അടിക്ക് മുകളിൽ വീതി വരുന്ന ബാൽക്കണിയാണ്. മുകളിൽ സിമ്പിളായിട്ടുള്ള പ്രൊഫൈൽ ചാനലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിട്ടും പ്ലാവാണ് ഈ കാണുന്ന വിൻഡോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് റോഡ് വളരെ അടുത്താണ്. ഫുള്ള് ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്താണ് ഗ്രില്ല് ചെയ്തിരിക്കുന്നത്. ആക്ച്വലി ഹാൻഡ് റെയിൽസ് എല്ലാം സ്റ്റീലാണ്, സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. അപ്പോൾ നമുക്ക് നേരെ ഇനി ഓപ്പൺ ടെറസിലെ കാഴ്ചകളിലേക്ക് പോകും. ഇതാണ് ഓപ്പൺ ടെറസ് ഏരിയ. ഇവിടെ ആയിട്ട് വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ഒരു ഷീറ്റ് എടുക്കുകയാണെങ്കിൽ തുണിയൊക്കെ വിരിച്ചിട്ട് ഇവിടെ എടുക്കാം. ഇത് കൂടാതെ ഒരു റൂഫ് ടോപ്പ് ഏരിയ ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ റൂഫ് ടോപ്പ് ഏരിയയിലേക്ക് പോകും. ഇതാണ് റൂഫ് ടോപ്പ് ഏരിയ. ഇവിടെ ഒരു കോട്ട് വാട്ടർ പ്രൂഫ് കോട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അശ കെട്ടാൻ വേണ്ടിയിട്ടുള്ള ഹൂക്കെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടോട്ടലി ലാൻഡ് ഏരിയ വരുന്നത് 5.5 സെൻറ്റാണ്. അതിൽ 1850 സ്ക്വയർ ഫീറ്റാണ്. താഴെ 2 ബെഡ്റൂമും മുകളിൽ 2 ബെഡ്റൂമും. പിന്നെ മെയിൻ റോഡിൽ നിന്ന് വെറും 80 മീറ്റർ മാത്രമേ ദൂരമുള്ളൂ. കോർപ്പറേഷൻ ഏരിയ ആണ്. അപ്പോൾ ഈ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് ഉള്ളത് 5.5 സെൻറ്റും ലാൻഡും വീടും കൂട്ടിൽ ആസ്കിംഗ് പ്രൈസ് ഉള്ളത് 89 ലക്ഷം രൂപയാണ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. അപ്പോൾ ഈ വീട് സ്വന്തമാക്കണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. നമ്പർ ഞാൻ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള പുതിയ വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീടുമായി കാണാം. താങ്ക് യു.